രാവിലെ തന്നെ ഒരു കോള് ഷമീർ ഖാൻ്റെ. എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വീട്ടിൽ ചുമ്മാ കിടക്കുന്നു. എന്നാൽ വരൂ, നമുക്ക് കുട്ടമ്പുഴയ്ക്ക് പോയി ഒരു വീഡിയോ എടുത്താലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, പുള്ളിയുടെ കൂടെ നേരെ വണ്ടി എടുത്ത് കയറിപ്പോയി. പുള്ളിക്കായിരുന്നു വീഡിയോ എടുക്കേണ്ട ആവശ്യം, എനിക്കല്ല. അതിൻ്റെ കൂടെ ഞാനും ഒരു ചെറിയ വീഡിയോ പകർത്തി എന്ന് മാത്രം. സ്കൂൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത്, പുള്ളി ഉദ്ദേശിക്കുന്നത് പഴയ വീടുകളാണ് തപ്പിപ്പോയത്. കിട്ടിയത് പഴയ വീടല്ല, നമ്മുടെ കുട്ടമ്പുഴ, ചപ്പാത്ത്, അതുപോലെ പൂയംകുട്ടി. എന്ത് ചെയ്യാനാ, പോയത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊരു താല്പര്യമുള്ള ആളുകളാണല്ലോ നമ്മുടെ മനുഷ്യന്മാർ. അങ്ങനെ നമ്മൾ കുറേയൊക്കെ അന്വേഷിച്ചു, കുറേ സ്ഥലങ്ങളൊക്കെ പോയി, കാട് കയറി, കുറേ കാട്ടിക്കൂടെ കയറി, അവസാനം നാട് കാണി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയും കൂടെ നമ്മൾ തപ്പി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എവിടെയും നമുക്ക് കിട്ടിയില്ല. എന്നാലും നമ്മൾ പരിശ്രമം നിർത്തിയില്ല കേട്ടോ, വീണ്ടും തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഒറ്റയ്ക്ക് പോയാൽ അങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിതിനു മുമ്പ് 2 മാസം ഈ പോകുന്ന വഴിക്കാണ് കേരളത്തിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമുള്ളത്, സലീം അലി. സ്കൂൾ വെക്കേഷൻ സമയമൊക്കെ അല്ലേ, നിങ്ങളൊക്കെ എങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു. പിന്നെ യാത്രകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും മടുപ്പ് തോന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരുപാട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നിർത്തണം എന്നായി. പിന്നെയും നമ്മൾ വീഡിയോ എടുക്കാൻ കാടിൻ്റെ ഉള്ളിലേക്ക് കുറേ കയറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഫോറസ്റ്റിൻ്റെ ഏരിയ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല. എങ്കിലും നമ്മൾ ചെറിയൊരു വീഡിയോ പകർത്തണമല്ലോ എന്ന കാഴ്ചപ്പാടിലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. കുറേ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കും പറഞ്ഞാൽ വഴിയൊക്കെ തെറ്റിപ്പോയി. കാരണം വഴി തെറ്റിപ്പോയി വെച്ചാൽ ഞങ്ങൾ അവിടെ വീടുകളുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആ പോകുന്ന വഴിക്ക് എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ആ റിസോർട്ടൊന്ന് പകർത്താലോ എന്ന് വെച്ച് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെ റിസോർട്ട് പോയിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല, വഴി മാറിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയ വഴി ഒന്നും കിട്ടിയില്ല എന്ന് കരുതി നമ്മളവിടെ ഉപേക്ഷിച്ച് വരുന്ന ആളുകളല്ല കേട്ടോ. പരിശ്രമിച്ചാൽ നമുക്ക് എന്തും നടക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക. കാരണം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ട്, ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ് എല്ലായിടത്തും. കുട്ടമ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ ആകെ പേടിയുള്ള സ്ഥലം ആനയാണെയാണ്. പിന്നെ നേരെ അവിടെ ഒന്നും നോക്കി മനസ്സിലായോ പോകുന്നു. നിങ്ങൾ ഷോർട്ടിലൂടെയും വീഡിയോയിലൂടെയും കണ്ടുകൊടുന്ന മിനി സ്വിറ്റ്സർലാൻഡ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും നമ്മുടെ ജീവിതം ഒരിക്കലും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എങ്ങനെ പോകണമെന്ന്. അതുപോലെ മാത്രമേ പോകത്തുള്ളൂ. കണ്ടോ, മനോഹരമായ തട്ടേക്കാട് പാലം, അതിൻ്റെ അടുത്തുള്ള അടിയിലൂടെ ഒഴുകുന്ന പുഴയും. എന്താ ഒരു ഭംഗി! ഒരു സൈഡിൽ മലകളും കുന്നുകളും കാടുകളും.